ഈ ബസ് ഇതിൻ്റെ വർക്ക്ഫുൾ അല്ല എങ്കിൽ തന്നെ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഷൂട്ടിങ് തുടങ്ങി കഴിയുമ്പോൾ എവിടെയെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നു, നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം അത് ഏതെങ്കിലും ഒരു നല്ല സർവീസ് ചെയ്യുന്ന നല്ല ഒരു ഇതാകുന്ന ഒരു ബസ് ആയിരിക്കണം എന്ന് ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു. അപ്പം ശരി, അന്ന് നമുക്ക് ആലോചിക്കാമെന്ന് പറയും. ഇദ്ദേഹത്തെ യാത്ര ചെയ്തിട്ട് ഞാനും രവിയുടെയും കൂടി നടന്ന് പതിക്കണം കോട്ടയത്തുള്ള പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് അങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിലിടുന്ന ബസ്, തെങ്ങണ വഴി പോകുന്ന ബസ് അതാണ് കാണുന്നത്. അപ്പം ഞങ്ങൾ ഒരു കാര്യം 2 ടിക്കറ്റ് എടുത്ത് അതിൽ കയറി. അപ്പോൾ ആ ബസ്സിലേക്ക് കയറി ഞങ്ങൾ ബാഗിലിരുന്ന് ചാടി ചാടി യാത്ര ചെയ്ത് അങ്ങനെ പുതുപ്പള്ളി അങ്ങനെ കയറി പോയി വാകത്താനമൊക്കെ വന്ന് തെങ്ങണ എല്ലാം ആയപ്പോൾ നമുക്കത് ബോധ്യമായി നമുക്കിത് പറ്റുന്ന വണ്ടിയാണ് ബസ്സാണ്. അപ്പോൾ ഇത് നമ്മൾ രവിയേട്ടൻ പറഞ്ഞു നമുക്കിതിൻ്റെ ബ്രോക്കറുമായിട്ട് സംസാരിച്ച് അപ്പോൾ അതേപോലെ എൻ്റെ ഓണർ നമ്പർ കിട്ടി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് അപ്പോൾ ബസ്സിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് തെങ്ങണയിലാണ് ഈ ഇതിൻ്റെ വീട്. അപ്പം തെങ്ങണ ഞങ്ങൾ അവിടെ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്ന് രാത്രിയായി. ചിലപ്പോൾ ഞങ്ങൾ ബസ്സിന് വിലയെല്ലാം പറഞ്ഞു. നല്ല ആൾക്കാർ കേട്ടോ, വളരെ നമ്മളുമായിട്ട് സംസാരിക്കുന്ന ഞങ്ങൾക്ക് ചരിത്രങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. ഞാനിങ്ങനെ പെർമിറ്റോട് കൂടി അത് നല്ലൊരു ബസ്സാണ്, എനിക്ക് കൊടുക്കണമെന്നില്ല, പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നപ്പം നിങ്ങളത് എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും രവിയേട്ടൻ കൂടിയാണ് ആദ്യം ഇരുന്ന് എല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്ത് അന്നേരം തന്നെ ഫുൾ എമൗണ്ട് ഇടപ്പോൾ എന്നൊരു ഈ രവിയേട്ടൻ പറഞ്ഞ് നമുക്ക് ബസ് ഇപ്പം തന്നെ എടുത്തോണ്ട് പോകണം, നമുക്ക് അല്ലെങ്കിൽ അത് ശരിയാകില്ല, നമുക്ക് എടുത്തോണ്ട് പോകാം, പിന്നത്തേക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്